Hi, Namaste. Welcome back viewers. Welcome back to my channel Win Trader. പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് ട്രേഡ് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം ഒരു ടെക്നിക്കൽ അനാലിസിസ് വഴി. ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടൊരു എൻട്രി എക്സിറ്റ് റിവേഴ്സൽ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തൊരു ബ്രേക്ക്ഔട്ട് ട്രേഡ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും പെർഫോമൻസിൻ്റെ കൂടെ സ്റ്റോക്കും കമ്മോഡിറ്റി മാർക്കറ്റ് ഫുൾ മാർക്കറ്റ് ഞാൻ ഇന്നത്തെ പെർഫോമൻസിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ്, അതായത് ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് നമുക്ക് ട്രേഡിങ്ങിലൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ വഴി അതെങ്ങനെ യൂസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടൊരു ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി ആണ്. ഇപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ടോട്ടലി ഇന്ന് വൺ സൈഡ് മൊമെൻറ്റ് തന്നെയായിരുന്നു. അപ്പം ഇന്നലത്തെ ഡൗൺഫോൾ, അതായത് ഇന്നലെ ഇലക്ഷൻ്റെ ഒരു പെർഫോമൻസ് നല്ലൊരു ഡൗൺഫോളിൽ മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th ജൂണാണ്. അപ്പോൾ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റ് രാവിലെ സിഗ്നൽ തന്നിട്ടുണ്ട്. രാവിലെ സിഗ്നൽ തന്നത് ആക്ച്വലി 11 മണിക്കാണ്. അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റിലും കൊടുത്തിട്ടുണ്ട്. 3 ടാർഗറ്റും അടിച്ചു എന്ന് മാത്രമല്ല മാർക്കറ്റ് അപ്രോക്സിമേറ്റ് 1870 പോയിൻറ്റ്സോളം അപ്ടണിൽ കയറി നിൽപ്പുണ്ട്. 3 ടാർഗറ്റിന് ശേഷം റീ എൻട്രി ഒരുപാട് പ്രാവശ്യം 2-3 റീ എൻട്രി ടൈപ്പ് നമുക്ക് അടിച്ചിട്ടുണ്ട്. നല്ലൊരു ഹൈക്കാണ് പോയത്. നല്ലൊരു ഹ്യൂജ് റിട്ടേൺസ് ഇന്നലെയും ഇന്നുമായിട്ട് ഓപ്ഷൻ ട്രേഡേഴ്സിനൊക്കെ നമുക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് നല്ലൊരു ഹ്യൂജ് ട്രേഡ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്നും അല്ല ഇന്നലെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. അതേപോലെ നിഫ്റ്റിയിലും അത് തന്നെ. അപ്പോൾ ഇതിൽ 8 സ്ട്രാറ്റജികളുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഡെമോൺസ്ട്രേഷൻ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. എങ്ങനെയാണ് സോഫ്റ്റ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ട്രെയിനിങ് സപ്പോർട്ട് എല്ലാം നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് വേർഷൻ മാത്രമാണ് 8 വേർഷൻ. ഇതിൽ ക്യാൻഡിൽ സ്റ്റിക്കിലേക്കും സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ബാർ ചാർട്ടുണ്ട്. പല ടൈപ്പ് സ്ട്രാറ്റജീസും ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഏത് സ്ട്രാറ്റജി നമുക്ക് യൂസ് ചെയ്യാം. എല്ലാത്തിനും ആക്യുറസി സെയിം 80-90% തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിനകത്ത് ബൈസിക്കിൾ സോഫ്റ്റ്വെയർ ഇന്ന് ബൈസിക്കിൾ തന്ന ഡീറ്റെയിൽസ് ആണ് മുകളിലും താഴെ കൊടുത്തിരിക്കുന്നത്. 70 പോയിൻറ്റ്സ് 3 ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. എത്ര പോയിന്റ് പ്രോഫിറ്റ് കിട്ടിയെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബൈ വരുമ്പോൾ നമുക്ക് അലേർട്ട് മെസ്സേജ്, അതായത് ഇപ്പോൾ ഒരു സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നായിട്ട് ബെൽ സൗണ്ട്, ഇതുപോലെ സൗണ്ട് എഫക്റ്റ് നമുക്ക് കിട്ടും. ഈ സൗണ്ട് എഫക്റ്റോടുകൂടി ഇതിനകത്ത് സിഗ്നൽ വന്നു എന്നുള്ളതിൻ്റെ അലേർട്ട് നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ബൈ സിഗ്നൽ എപ്പോൾ ട്രിഗറായി ഏത് സമയത്താണ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ബൈ വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് മുകളിലും താഴെയും കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും കൂടെ മാച്ചിങ് ആണെങ്കിൽ മാത്രം നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുക്കുക. അപ്പോൾ ഇവിടെ ക്യാൻഡിൽ കളർ ഓക്കെ ആകുമ്പോൾ പ്രൈസ് ഇൻ ബൈസ് ഓൺ വന്നോളൂ ഇവിടെ. ഇത് 3 സിഗ്നലും കൺഫേം ആകുന്ന ഏത് ക്യാൻഡിലാണോ അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ ട്രേഡ് എടുക്കാവും. അപ്പം നമുക്ക് ലോങ് ക്യാൻഡിലൊക്കെ അടിച്ചു കയറുമ്പോൾ, അതായത് ഇന്നത്തെ ഗോൾഡ് പോലുള്ള പെർഫോമൻസ് നോക്കാൻ ഇപ്പോൾ ഇതിനകത്ത് ലോങ് ക്യാൻഡിൽ അടിച്ചിറങ്ങിയിരിക്കുന്നതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ അടിച്ചിറങ്ങിയ ക്യാൻഡിൽ ബാക്കപ്പ് അടിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അവിടെ നിന്ന് എടുത്തേച്ചാൽ മതി. ലോങ് ക്യാൻഡിൽ ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് സെക്കൻഡ് ക്യാൻഡിൽ എടുക്കാൻ ശ്രമിക്കരുത്. പുൾ ബാക്കിന് ശേഷം പിന്നീട് ബ്രേക്ക് ചെയ്യുന്ന ഫസ്റ്റ് റെസിസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സപ്പോർട്ട് ലെവലിൽ നിന്നേ ബ്രേക്ക് എടുക്കാവുള്ളൂ. അതാണ് നമുക്ക് പെർഫെക്റ്റ് പോയിന്റ് വരുന്നത് ലോങ് ക്യാൻഡിലുകളിൽ. അല്ലാത്ത സിഗ്നൽസ് എല്ലാം നമുക്ക് കൺഫർമേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ എടുക്കുക. അപ്പോൾ നിഫ്റ്റിയിൽ ഓൾറെഡി ബൈസോണിലേക്ക് കടന്നതിന് ശേഷമാണ് നമുക്ക് ആക്ച്വലി സിഗ്നൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ പോയിന്റിൽ തന്നെ എടുക്കായിരുന്നു. അവിടെ നിന്ന് 515 പോയിന്റോളം നമുക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 22,000 കോൾ ഓപ്ഷൻ ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 274 സിഗ്നൽ വന്നു. ടാർഗറ്റ് 3 അടിച്ചിട്ടുണ്ട്. 316 പോയിന്റോളം കയറി നിൽപ്പുണ്ട്. ഫസ്റ്റ് മോർണിംഗിൽ തന്നെ 3 ടാർഗറ്റ് അടിച്ചിട്ട് പിന്നെ പുൾ ബാക്ക് അതിന് ശേഷം തിരിച്ച് പിന്നെയും ബ്രേക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നല്ല രീതിയിലേക്ക് കയറി പോയിട്ടുണ്ട്. അപ്പോൾ 2 എൻട്രികൾ രാവിലെ മിസ്സായവർക്ക് പിന്നെയും നമുക്ക് പുൾ ബാക്ക് കഴിഞ്ഞ് പിന്നെ ബ്രേക്കൗട്ട് പോകുമ്പോൾ നെക്സ്റ്റ് എൻട്രി ലെവലാണ്. അവിടെ റീ എൻട്രി തരും, അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെയാണ് സ്റ്റോക്കിലും. ഇന്നത്തെ ഡിക്സനും അതേപോലെ തന്നെയായിരുന്നു. സ്റ്റോക്കുകളിൽ ഡിക്സൺ മാത്രമല്ല, രാവിലെ ബജാജോട്ട് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. മോർണിംഗിൽ തന്നെ പ്രോഫിറ്റ് നമുക്ക് ഹാഫ് ആൻ അവറിലേക്ക് കിട്ടി. പിന്നെ ഏഷ്യൻ പെയിൻറ്റ്സ്, LNT ഇതൊക്കെ മോർണിംഗിൽ തന്നെ പെർഫോമൻസ് വന്നു. LNT നല്ല രീതിയിൽ ഡൗൺ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മോർണിംഗിൽ നമുക്ക് പെർഫോമൻസ് കിട്ടിയ സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇതേപോലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഒരു സ്കാനർ എന്ന് പറഞ്ഞിട്ടൊരു 1.1 സ്കാനർ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സ്കാനറിൽ നിന്ന് തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ട്രേഡുകൾ പെട്ടെന്ന് നമുക്ക് ഏതാണ് മൂവ്മെൻ്റ് ഉള്ള ട്രേഡുകളെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത് ഞാൻ സെറ്റ് ചെയ്യേണ്ടത് 1.1 സ്കാനർ അങ്ങ് സെറ്റ് ചെയ്താൽ മതി. ഇതിനകത്ത് മൂവ്മെൻ്റ് ഉള്ള പെർഫോമൻസ് നമുക്ക് വരുന്ന നല്ല വോളിയം ട്രേഡുകൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമുക്ക് ആക്ച്വലി കമ്മോഡിറ്റി മാർക്കറ്റിൽ 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ് വെക്കേണ്ടത്. ക്രൂഡ് ഓയിൽ ഇപ്പോൾ സെല്ല് വന്ന് മാർക്കറ്റ് സപ്പോർട്ട് അടിച്ച് താട്ടിറങ്ങുന്നുണ്ട്. ഇപ്പോൾ കുറേ 20 പോയിൻറ്റ്സിൽ താട്ടിറങ്ങിയായിരുന്നു. അത് ഇനിയിപ്പോൾ പുൾ ബാക്ക് അടിച്ചു. തിരിച്ച് പിന്നെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട് താഴത്തോട്ട് പോയി. സെല്ല് തന്നെയാണ്, വെളിയിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല. ഓക്കെ, 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമൊക്കെ വെച്ച് വെച്ചാൽ മതി. ഇതിനകത്ത് ഫോറക്സ് മാർക്കറ്റ് ആണെങ്കിൽ 30 മിനിറ്റ്സ്, അതാണ് കൂടുതൽ പെർഫെക്റ്റ് ആക്യുറസി. 30, 1 അവർ, 4 അവർ ഇതാണ് കൂടുതൽ നല്ലത്.
കൂടുതലും പേരും 1 hour സെറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 30 minutes ബൈ ആണ്. ഇപ്പോൾ പുൾ ബാക്ക് മാത്രമേ ആവുന്നുള്ളൂ. പുൾ ബാക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് കയറിയിട്ടില്ല. മാർക്കറ്റ് ചെറിയൊരു ഡൗണിൽ തന്നെയാണ്. പക്ഷേ അവിടെ നിന്നൊരു സെൽ സോണിലേക്ക് നമ്മുടെ 30 minutes കൺവേർട്ടാക്കി തന്നിട്ടില്ല. അപ്പോൾ അത് കാരണം നമുക്കൊരു ട്രേഡ് ഇപ്പം ഇല്ല. രാവിലെ ബൈ പോയിരുന്നു, നല്ല പ്രോഫിറ്റും കിട്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് തിരിച്ചിറങ്ങുകയാണ്, പ്രോപ്പർ സെല്ലിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല. ഓക്കെ, സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പം എങ്ങനെയാണ് ലൈവിലൊരു പെർഫോമൻസ്, ലൈവ് പെർഫോമൻസ് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.